മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ. അതുപോട്ടെ, അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് അതൊരു MLA ആണ്. കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം വരവേറ്റിടാം. പക്ഷേ MLA-യും ഈ മേയറുടെ നിലയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു. അപ്പോൾ ആ MLA എന്ന് പറയുന്നതും SFI നിലവാരത്തിൽ നിന്ന് ഒരിഞ്ച് മാറുന്നില്ല. ആചാര കഥന മുഴക്കിടാം. ഈ രീതിയിൽ കുട്ടികളെ പീഡിപ്പിച്ചാൽ, ഈ കുട്ടികളോട് അസഭ്യമായി സംസാരിച്ചാൽ തീർച്ചയായിട്ടും നാളെ MLA ആകാം, മന്ത്രിയാവാം എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ. കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം വരവേറ്റിടാം. ശ്രീ പത്മനാഭ, മേയറന്മാരാരും കുറുക്കെ പിടിക്കാതെ ഈ വണ്ടിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണേ. എടേ ചന്ദ്ര, സമയം താമസിച്ചു പോയി, മുമ്പ് കയറി പോടാ. എന്തോന്നു മാമ, മുമ്പ് കയറി പോവാൻ സ്ഥലം വേണ്ടേ? ഇടയിറക്കായി ഇടത്തൂടെയെങ്കിലും കയറി കൊരുത്ത് മുമ്പ് കയറി പോ. നീ ഒരു കാര്യം ചെയ്, ഹാണടി. എടേ, അവ അശ്ലീല ആംഗ്യമല്ലം കാണിക്കുകയാണെങ്കിൽ ഇടത്തെ സൈഡിൽ കൂടെ മുമ്പ് കൊണ്ട് കയറ്റി ചേർത്ത് നിർത്തണേ. അത് പറ്റൂല മാമ. എൻ്റെ അതിൽ ക്യാമറ കാണും മാമ. ക്യാമറ ഉണ്ടെങ്കിൽ നമുക്കെന്തരടാ? ക്യാമറ ഉണ്ടെങ്കിൽ മെമ്മറി കാർഡ് എടുത്ത് പരിശോധിച്ചാൽ നമ്മളകത്താവും. മെമ്മറി കാർഡാ? നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടാടാ? കയറിപ്പോ. അയ്യോ, ഇത് പറഞ്ഞപ്പോഴാണേ ഒരു കാര്യം മറന്നു പോയത്. ശശികുമാർ സാറിനെ വിളിക്കാനുണ്ടായിരുന്നു. നീ പതുക്കെ പോണേ, ഞാൻ വീഡിയോ കാളിൽ വിളിക്കാം. ശശികുമാർ സാറിനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ ശശികുമാർ സാറേ, ഞാനാണ്. നമ്മളെ നഗരപിതാവിൻ്റെ മാതാവിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നഗരമാതാവ് എന്ന് പറയുമ്പോൾ അത്രത്തോളം പക്വതയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അത് ശരി തന്നെ സാറേ, പക്ഷേ പക്വത വരാൻ വേണ്ടി അതിനുള്ള പ്രായം ആവണ്ടേ? കുണുവാവയല്ലേ കുണുവാവ. ഇത് നമ്മുടെ കേരള സമൂഹത്തിനോട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് അന്നേ പറഞ്ഞതാണ്. അതെന്തോന്ന് വെല്ലുവിളി മാമ? എടാ ചെറുക്ക, ചുമ്മാ അരി. സാറ് പറയുന്ന കാള് നീ നോക്കി വണ്ടി ഓടരേ. സാറേ, എന്തിനാണ് വെല്ലുവിളി? ആദ്യ ദിവസം ആര്യ രാജേന്ദ്രനെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോകത്തെ മേയർ എന്ന രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ ആ മേയറുടെ ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചതാണ്. അത് ശരി തന്നെ, ഞാനും അത് കണ്ടു, പക്ഷേ ഓർമ്മിക്കുന്നില്ല. ആര്യ രാജേന്ദ്രൻ ഇൻ്റർവ്യൂവിൽ കൈരളി ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ പറയുന്നത്, യാദൃച്ഛികമായിട്ടാണ് ഞാൻ മേയറായത്. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം ഒരു IPS ഓഫീസറാകണം. ശരിക്കും സിവിൽ സർവീസ് ആണ് ലക്ഷ്യം. ഒരു IAS എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ IPS എന്നുള്ള ലക്ഷ്യം, ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയാണ്. ക്രമസമാധാനം പാലിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി മാറണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ അഭിലാഷം. ഇപ്പോഴും എനിക്ക് അഭിലാഷമുണ്ട്. അത് ശരി തന്നെ. ബസ്സിൻ്റെ കുറുക്ക നിർത്തിയിട്ട് ചാടി ഇറങ്ങി യദുവിൻ്റെ മുഖത്ത് നോക്കി കയ്യും ചൂണ്ടിക്കൊണ്ട് നിന്നപ്പം ഞാനും വിചാരിച്ചു ഒരു പോലീസ് ഓഫീസർ എന്നെന്ന്. യദുവിനെ കുനിച്ച് നിർത്തി ഇടിച്ചില്ലെന്നേ ഉള്ളൂ. എന്ത് ഗീർവാണം അടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു. ഗീർവാണത്തിൻ്റെ യൂണിവേഴ്സിറ്റി നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ശിക്ഷയല്ലേ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും പറയും. ഞാൻ ഇതിനെക്കുറിച്ച് ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അന്വേഷിക്കാൻ തരികനെ പൊണ്ണ ഡിഗ്രികൾ കാണും, ഡോക്ടറേറ്റ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. ഇവരെ പ്രീ ഡിഗ്രി +2 കഴിഞ്ഞപ്പോഴേക്കും LBS എൻജിനീയറിങ്ങിന് ചേർന്നതാണ്. എൻജിനീയറിങ് 6 മാസം കഴിയുമ്പോൾ തന്നെ തനിക്ക് പറ്റിയതല്ല എൻജിനീയറിംഗ് എന്ന് കണ്ട് അവിടെ നിന്ന് റിലീവ് ചെയ്ത് ആർട്സ് സയൻസ് കോളേജിൽ മാത്തമെറ്റിക്സ് BSc ചേരുന്നു. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് കോട്ടയിലായിരിക്കാൻ കിട്ടിയിരിക്കുന്നത്, മാർക്കിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. യൂണിവേഴ്സിറ്റിയിൽ മാർക്കുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് 1ാം സെമിസ്റ്ററിൽ മാത്തമെറ്റിക്സിന് 0 മാർക്കാണ് ലഭിച്ചത്. അവൻ 0 മാർക്ക് ലഭിച്ച ഒരാൾ ഞാൻ ഭാവിയിൽ IPS എന്ന് പറയുകയും ഞാൻ ഇവർ IPS ആകാനായിട്ട് കൈരളി ചാനൽ അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തികേടാണെന്ന് തോന്നി. ആ പന്തികേട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇത്രയൊക്കെ ആയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ലല്ലോ സാറേ. സർക്കാർ ജീവനക്കാരെല്ലാവരും ഇവിടെയുള്ള CPM-ൻ്റെ തൊഴിലാളികളാണെന്ന നിലയിലാണ് അവരുടെ പെരുമാറ്റം.
അത് ഞാൻ പലപ്പോഴും പല CPM നേതാക്കന്മാരുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിയിട്ടുണ്ട്. അപ്പോൾ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചാണ് ട്രാൻസ്പോർട്ട് പ്രവർത്തിക്കുന്നത്, പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചാണ് നമ്മുടെ മേയർ ജീവിക്കുന്നത്. അപ്പോൾ മേയറാണ് ഡ്രൈവറുടെ നിലവാരത്തിലേക്ക് മേയർ തരം താഴാൻ പാടില്ല. പക്ഷേ ഇവിടെ മേയറാണ് ഡ്രൈവറെക്കാളും വരെ തരം താഴുന്നത്. വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ നാണക്കേടാണ്. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാൻ പാടില്ല. CPM ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ കൊടുക്കുമ്പോൾ അവർ ഈ സ്ഥാനത്തിരിക്കാൻ പക്വതയുള്ളവരാണോ എന്ന് പരിശോധിക്കണം. പ്രായം ഒരു വിഷയമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് തലസ്ഥാനത്തിന് ഒരു വെല്ലുവിളിയാക്കി മാറ്റാതിരിക്കാൻ വേണ്ട ഉപദേശം മേയർക്ക് അടിയന്തരമായി നൽകാൻ CPM-ഉം ബന്ധപ്പെട്ടവരും തയ്യാറാവുകയാണ് വേണ്ടത്. നൊട്ടി ഉപദേശം മാത്രമല്ല, വേണ്ടി വന്ന ഇരട്ടച്ചങ്ക അവാർഡും കൊടുത്ത് ആദരിക്കും. യാത് വാ